അപ്പം നമ്മൾ എലിഫൻ്റ കേവ്സിലോട്ട് എത്തിയിട്ടുണ്ട്. സ്കാനർ ഉപയോഗിച്ച് വേണം ഇതിൻ്റെ അകത്തോട്ട് കയറാൻ. 35 രൂപയാണ് എൻട്രി ഫീസ്. മുൻപ് 40 രൂപയായിരുന്നു, ഇപ്പം 35 രൂപയാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള ഒരു സ്ഥലമാണിത്. അപ്പം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ മുംബൈ സോണലിൻ്റെ അണ്ടറിലാണ്. ഇതും BC 2ാം സെഞ്ചുറി മുതൽ 8ാം സെഞ്ചുറി വരെയുള്ള കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു കേവ്സാണ്. ബുദ്ധിസ്റ്റ് കേവ്സാണിത്. ഇവിടെ സൈലൻ്റ് ആണെന്നുള്ള ബോർഡുകളൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാവരും കിടന്ന് ഒച്ച വെക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ എലിഫൻ്റ കേവിൻ്റെ ഒരു ഗുഹാമുഖത്താണുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ 5 ഗുഹകളാണ് ഇവിടെ ഉള്ളത്. ബുദ്ധ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഗുഹകളാണ്. അപ്പോൾ അതിൻ്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞ രീതിയിലാണ്. ഒരു ഗുഹ പൂർണ്ണമായിട്ട് വീണിരിക്കുകയാണ്. അത് മെയിൻ്റനൻസിന് വേണ്ടി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ സമീപമുള്ള വലിയൊരു പേരാൽമരമാണ്. ധാരാളം വേരുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ നിലത്ത് മുട്ടാത്തതുകൊണ്ട് ഒരു തൂണുകളായിട്ട് നിൽക്കുന്നില്ല. അപ്പോഴത്തേ നമ്മൾ അടുത്ത ഗുഹയുടെ സമീപത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അടുത്ത ഗുഹ. ഇങ്ങനത്തെ 5 ഗുഹയാണ് ഉള്ളത്. 6 ഗുഹകളാണുള്ളത്. അപ്പോഴത്തെ രണ്ടാമത്തെ ഗുഹയുടെ ഔട്ടറാണിത്. നമുക്കുള്ളിൽ വീഡിയോ എടുക്കാനുള്ള അനുവാദം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പം തന്നെ ഈ പാറ നിറഞ്ഞ ഈ ദ്വീപിൻ്റെ ഒരു മറ്റൊരു ഭാഗമാണ് ആ കാണുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ട്രക്കിംഗ് ഏരിയ ഉണ്ട്, ഈ മുകളിൽ ഭാഗത്തേക്ക്. അതും ഫീസ് കൊടുത്ത് വേണം പോകാൻ. ഇവിടെ കുറേ ഗ്രാമവാസികൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഗുഹയുടെ സമീപത്തേക്ക് എത്തുകയാണ്. ഇതാണ് എലിഫൻ്റ കേവിലെ അടുത്ത ഗുഹ. ഇത് സ്ക്വയർ നിർമ്മിതിയാണ്. ചതുരത്തിലുള്ള തൂണുകളാണ്, 4 തൂണുകളാണ്. അതിലൊരു തൂണ് പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതെല്ലാം അവരുടെ താമസ സ്ഥലങ്ങളായിരുന്നു. ഒരു വലിയ ഗുഹയുള്ളത് അത് ഈ ഏറ്റവും വലിയ ബുദ്ധ വികാരമായിരുന്നു, അതായത് ക്ഷേത്രമായിരുന്നു. ഇതാണ് ഇവിടുത്തെ മറ്റൊരു താമസ സ്ഥലം. വലിയ വീഡിയോ അനുവദിക്കാത്തതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്നത്. കഴുതക്കുട്ടന്മാർ ധാരാളം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ 3 ഗുഹകൾ കഴിഞ്ഞു. ഇനിയുള്ള